കോഴിക്കോട് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം. ഇത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അക്രമ സംഭവങ്ങളും പോലീസിന്റെ വീഴ്ചയും പരിശോധിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച നടപടി സ്വാഗതം ചെയ്യുന്നതായി കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. ചേവായൂർ ബാങ്കിന്റെ പരിധിയിൽപ്പെടാത്ത വടകരയിലെയും കൊയിലാണ്ടിയിലെയും കല്ലാച്ചിയിലെയും നാദാപുരത്തുകളൊന്ന് വോട്ട് ചെയ്തു. അങ്ങനെ ഭരണത്തിന്റെ ബലത്തിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ബാങ്ക് CPM പിടിച്ചെടുക്കുന്നത്. പിറ്റേ ദിവസം ഞങ്ങൾ ഹർത്താൽ ആചരിച്ചു. കേരളത്തിൽ ഒരു ഹർത്താൽ നടന്നിട്ടുള്ളൂ ആകെ കഴിഞ്ഞ 5 വർഷങ്ങളിൽ. അതിലാണ് അന്നത്തെ KPC ജനറൽ സെക്രട്ടറിയായി KPC ജനറൽ സെക്രട്ടറി നിയാസ് വക്കീൽ വരെ മർദ്ദനമേറ്റ് ഞങ്ങൾ നിരവധിയായ പരാതി കൊടുത്തിട്ടും പോലീസ് കേസെടുത്തില്ല. ഇത് പ്രത്യേക അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ആഭ്യന്തര നിവേദനം കൊടുത്തിരുന്നു. അതിനായി ഇന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നു. ഈ SITയിൽ വിശ്വാസമുണ്ട്. ഈ ജനാധിപത്യ സംസ്ഥാനത്തിൽ കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഈ അന്വേഷണം സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സിജോ വി ജോൺ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. സിജോ, ഈ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? പ്രധാനമായി 2 കാര്യങ്ങളാണ്. ഒന്ന്, അന്നുണ്ടായിരുന്ന അക്രമ സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ഇക്കാര്യങ്ങൾ പരിശോധിച്ച് 3 ആഴ്ചയ്ക്കും റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക സംഘത്തെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓർഡർ ആഭ്യന്തര വകുപ്പ് ഇറക്കും. അതിന് പിന്നാലെ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയും ഓർഡർ ഇറക്കും. അത് വൈകാതെ തന്നെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. 2024 നവംബർ 16 ഈ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷം ഉണ്ടാകുന്നത്. കോൺഗ്രസ് ഭരണസമിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ചേവായൂരിൽ. അത് പിടിച്ചെടുക്കാൻ വേണ്ടി വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് CPM ശ്രമം നടത്തി ഈ വോട്ടെടുപ്പ് അട്ടിമറിച്ചു എന്നായിരുന്നു ആരോപണം. ഇതിൽ പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്നും പറഞ്ഞിരുന്നു. ഈ വ്യാജ തിരിച്ചറിയൽ കാർഡൊക്കെ ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. അതിനുശേഷം ഇത് പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുമുള്ള നടപടിയും ഉണ്ടായില്ല. ഇവരെ കോൺഗ്രസുകാരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. CPMന് വേണ്ടി അത്തരത്തിലുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഉയർന്നു വന്നിരുന്ന ആരോപണം. ഇതിന് പിന്നാലെയാണ് MK രാഘവൻ MP അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറും ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. ശരി, സിജോ വി